നമുക്കൊരു എക്സൽ ഷീറ്റ് തന്നിട്ടുണ്ട്. നമുക്കിവിടെ എന്താ കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ചാൽ സർവീസ് ഇയർ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് ഒരു എംപ്ലോയിൻ്റെ സർവീസ് ഇയർ, എത്ര വർഷം സർവീസ് ഉണ്ട്. നമുക്ക് ഡേറ്റ് ഓഫ് ജോയിനിങ് തന്നിട്ടുണ്ട്, പ്രസൻറ്റ് സാലറി തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? സർവീസ് ഇയർ ഈക്വൽ ടു ഇയർ നൗ പറഞ്ഞ ഫംഗ്ഷൻ ഉണ്ട്. രണ്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, മൈനസ് ഇയർ കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഡേറ്റ് ഓഫ് ജോയിനിങ് ക്ലിക്ക് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് എൻ്റർ. അപ്പോൾ ഡേറ്റ് ഫോർമാറ്റിലായിരിക്കും ഉണ്ടാവുക. അത് നമുക്ക് ഇവിടുന്ന് ജനറൽ ആയി കൊടുക്കാം. അപ്പം നമ്മളെ സർവീസ് ഇയർ കിട്ടും. അതായത് ഇയർ നൗ പറഞ്ഞ ഫംഗ്ഷൻ നമ്മളെ കറണ്ട് ഇയർ ആയിരിക്കും എടുക്കുന്നുണ്ടാവുക. അതായത് നമ്മുടെ സിസ്റ്റം ഡേറ്റ് 2025. അടുത്ത് എന്തിനെ മൈനസ് ചെയ്യും? മൈനസ് ഏത് ഇയറിനാണ്? നമ്മുടെ ഡേറ്റ് ഓഫ് ജോയിനിങ്ങിനെ മൈനസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സർവീസ് ഇയർ കിട്ടും. ഇനി പറയുന്നത് നമ്മുടെ സർവീസ് ഇയർ ഇൻക്രിമെന്റ് കണ്ടുപിടിക്കണം. സാലറി ഇൻക്രിമെന്റ്. സാലറി ഇൻക്രിമെന്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അതായത് ഒരു എംപ്ലോയിക്ക് സർവീസ് ഇയർ എബവ് 15 ഉണ്ടെങ്കിൽ 30% ഇൻക്രിമെന്റ് കൊടുക്കണം. പിന്നെ സർവീസ് ഇയർ 10ൻ്റെതും 14ൻ്റെ ഇടക്കാണെങ്കിൽ 20%. ഇനി സർവീസ് ഇയർ 5ൻ്റെയോ 9ൻ്റെയോ ഇടക്കാണെങ്കിൽ 10%. ഇനി ബിലോ 3 ആണെങ്കിൽ ഒരു ഇൻക്രിമെന്റ് കൊടുക്കണ്ട. അപ്പം നമ്മളെങ്ങനെയാ സാലറി ഇൻക്രിമെന്റ് കണ്ടുപിടിക്കുക? ഈക്വൽ ടു ഇഫ് കൊടുക്കുക. ഇഫ് സർവീസ് ഇയർ കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഇൻക്രിമെന്റ് കണ്ടുപിടിക്കുന്നത്. ഇഫ് സർവീസ് ഇയർ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 15 ആണെങ്കിൽ പ്രസന്റ് സാലറി ഇൻറ്റു 30%. അടുത്ത ഇഫിൽ സർവീസ് ഇയർ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 10 ആണെങ്കിൽ പ്രസന്റ് സാലറി ഇൻറ്റു 20%. അടുത്ത ഇഫിലെ സർവീസ് ഇയർ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 5 ആണെങ്കിൽ പ്രസന്റ് സാലറി ഇൻറ്റു 10%. അടുത്ത ഇഫിലെ സർവീസ് ഇയർ ലെസ് ദാൻ 3 ആണെങ്കിൽ ഡബിൾ കോട്ടിൽ ഡബിൾ കോട്ട് ക്ലോസ് ചെയ്യുക, ബ്രാക്കറ്റ് എല്ലാം ക്ലോസ് ചെയ്യുക. 1 2 3 4 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് കൊടുക്കുക. സാലറി ഇൻക്രിമെന്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ഒരാളെ 15 വർഷത്തിൽ കൂടുതൽ ഇൻക്രിമെന്റ് സർവീസ് ഇയർ ഉണ്ടെങ്കിൽ അവർ ഇൻക്രിമെന്റ് 4200 ആയിരിക്കണം നമുക്ക് കൊടുക്കേണ്ടത്. അത് 30% ഇൻക്രിമെന്റ് ആയിരിക്കണം കൊടുക്കേണ്ടത്. താങ്ക് യു.